ഇന്ന് നല്ലൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് കോവയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിഞ്ഞ് വെക്കാം. ഞാനത് വളരെ ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ. ഒത്തിരി കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതേപോലെ തന്നെ. അപ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും, ഒന്ന് മൊരിഞ്ഞും കിട്ടും. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോവയ്ക്ക അരിഞ്ഞതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ഉപ്പ് ചേർത്തു ഞാൻ. എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി, അല്ലെങ്കിൽ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്യാം. നല്ലോണം ഇങ്ങനെ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചാൽ നല്ല സ്വാദാണ്. കോവയ്ക്കയിൽ അത് ഉപ്പും മുളകും പിടിച്ചാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇങ്ങനെ വയ്ക്കുമ്പോഴേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്തു. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. അതിനായിട്ട് സവാളയിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കോവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. സവാള നല്ലോണം ബ്രൗൺ ആയിട്ട് വരണം. അപ്പോൾ സവാള നല്ലോണം ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിരുമ്പി വെച്ച് ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ച് കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ആദ്യം മിക്സ് ചെയ്യാം. പിന്നെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഒട്ടും കൂട്ടി വെക്കരുത്, നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. ഏറ്റവും സിമ്മിൽ വെക്കുക. നമുക്കൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കേട്ടോ. അതിനിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കാൻ വേണം കേട്ടോ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരുവിധം വെന്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചതല്ലേ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പലരും നമ്മുടെ ഇഡ്ഡലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. ഞാൻ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അല്ലെങ്കിൽ നല്ല സ്വാദുണ്ടാവും. ഉപ്പും മുളകൊക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം പൊടി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചപ്പോൾ നമ്മുടെ കോവയ്ക്ക് നല്ലൊരു മെഴുക്കുവരട്ടിയായിട്ട് വന്നു. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി. ഉപ്പും മുളകൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കമൻസിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.